അപ്പൊ നമുക്കിന്ന് മീൻകറി വെക്കാം. ഇത് മോദയുടെ പീസാണേ. അത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ച് വെച്ച് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടേ. മീൻകറിക്കകത്ത് എപ്പോഴും ഇതൊക്കെ ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഈ 3 പൊടികളാണ് നമ്മുടെ കൊടംപുളി ഇട്ട മുളകരച്ച് ചേർക്കുന്ന മീൻകറിക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പൊടി എല്ലാം കൂടെ ഞാനൊന്ന് എടുത്ത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്തിക്കോണം കേട്ടോ. ഞാൻ ഇവിടെ 4 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. ഇത് കാശ്മീർ ചില്ലി പൗഡർ അല്ല, അതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ കൊടംപുളി അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇങ്ങോട്ടൊക്കെ കൂടുതലും ആൾക്കാർ കൊടംപുളി ഇട്ട മുളകരച്ച് വെച്ച മീൻകറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെ പതിവ് പോലെ തന്നെ ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ച് തീ കത്തിച്ച് ചട്ടി നന്നായിട്ട് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുകിടുക, ഉലുവ ഇടുക. ഉലുവ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ദഹനത്തിന് നല്ലതാണ്. രണ്ടാമത് നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കും കേട്ടോ. അതായത് അതിന്റെ ദശയൊക്കെ നന്നായി ഉറച്ചിരിക്കാനിട്ട് നമ്മുടെ ഇതിടുന്നത് നല്ലതാ, ഉലുവായേ. അപ്പൊ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അതങ്ങനെ വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് കുറുകിയ മീൻകറി, അതായത് കുറുകിയ ചാറോട് കൂടിയ മീൻകറി വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കുവേ. അപ്പൊ അത് നമ്മുടെ ഈ ചട്ടിക്കകത്തിട്ട് ഇളക്കി 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 അതിന്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കണേ. അപ്പൊ ഇങ്ങനെ ഇളക്കി വരുമ്പം ചട്ടിന്ന് ഇതെല്ലാം ഒന്ന് വിട്ടു പോകുന്നതാണ് ഇതിന്റെ കറക്റ്റ് മൂത്ത് വരുന്ന ആ പാകം. അതായത് നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്ത് വരുന്ന പാകം ദാ ഇതുപോലെ ഒന്ന് വിട്ടു പോണം ചട്ടീന്ന്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം, നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ പുളിയുണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുവാണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയം ചേർത്തോണം. അപ്പൊ ഞാൻ ദാ ഇങ്ങനെയാണ് ഉപ്പിടുന്നത്, കൈ കൊണ്ട്. എനിക്ക് അതേ കണക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേ. ഇപ്പൊ ഞാൻ മീൻ ഇടത്തില്ല, ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മീൻ ഇടത്തുള്ളേ. അപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പെറുക്കിയിടാവേ. ഈ സമയം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ മീൻ ഓരോരോ കഷ്ണങ്ങളായിട്ട് എടുത്തിടുവാണേ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പെറുക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാവേ. ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിന്, കുറച്ച് സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും. തീ കുറച്ച് വെച്ചിട്ട് ഇനി വേവിക്കുക. അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് മീൻകറി വെക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഇതെന്റെ ഒരു റെസിപ്പി ഇവിടെ കിടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ല